ലക്ഷ്മി, ഞങ്ങൾക്ക് കുറച്ചും കൂടെ കറി വിളമ്പി കൊടുത്തേ. അത് തന്നെ ഞാൻ വിളമ്പിയാ ശരിയാവില്ല. അവർക്ക് കറി കൊടുത്തേ. കഴിക്കെന്തോന്ന് പറ്റി? കൈയൊന്ന് മുറിഞ്ഞു. അതെങ്ങനെ മുറിഞ്ഞത്? കറിക്കരിയപ്പോ മുറിഞ്ഞു. അപ്പൊ അരിഞ്ഞുണ്ടാക്കി കറി എവിടെ? ഞാൻ സ്വയം അങ്ങ് കഴിച്ചു. മുത്തോണ്ണന് വിളമ്പി കൊടുക്കാൻ പറ്റുമോ? ഓ ആ, സ്വയം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കും ഒരു കുഴപ്പമില്ല. അയ്യോ ആ മക്കളെ, എന്തോ എവിടെ പോയതടി നീ എത്ര നേരം? ഇതിന്റെ സുരഭി എവിടെ പോയിരുന്നു? ഞാനൊരു യാത്ര പോയതാ. ഞാനേ നിന്നെ കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തോണ്ട് വരാം. എന്തായി മോളെ? നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല പണിക്കുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ ഞാൻ അവിടെ ചെന്നപ്പോ ആ മണ്ടൻ മേനോനെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് സുനിത മേനോ ഇല്ല, പട്ടം ചുറ്റി എങ്ങോട്ടാ പോയിരിക്കുന്നു. ഞാൻ അവിടെ ചോദിച്ചു, നമ്മുടെ ചേച്ചിയുടെ പഴയ ടെസ്റ്റ് പേപ്പറും ബുക്കും പുസ്തകമൊക്കെ ഒന്ന് വേണം, പിങ്കി മോളുടെ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാ മണ്ട അത് വിശ്വസിച്ചമ്മ. എന്നിട്ട് എനിക്കൊരു പെട്ടി കാണിച്ചിരുന്നു. മോളുടെ എടുത്തോ, ഇതിനകത്ത് എല്ലാം ഉണ്ടെന്ന്. അതിലെല്ലാം ഉണ്ടായിരുന്നു അമ്മ. എടുത്തോണ്ട് ഞാൻ ഇങ്ങ് പോന്നു. കിട്ടിയല്ലോ അപ്പൊ സാധനം. നീ ഒട്ടും താമസിക്കണ്ട, തുടങ്ങിക്കോ. പറഞ്ഞട്ടാ നീ കൂടെ വല്ല കഴിക്കേ. അയ്യോ ചേച്ചിക്ക് ഇതുവരെ പിങ്കി മോളത്തുള്ള പിണക്കം മാറിയില്ലേ? അയ്യോ കൊള്ളാം. അതങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. അവളാ നഷ്ടപ്പെടുത്തിയ 8 മാർക്ക് അതെനിക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തന്നിട്ടല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ മിണ്ടത്തില്ല. അവള് പദയാത്ര വന്നു ആ 8 മാർക്ക് അന്വേഷിച്ച്. ലക്ഷ്മി, നീ കുറച്ച് ക്രൂരതയാണ് കാണിക്കണത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ക്രൂരതയില്ല പ്രശ്നപ്പെട്ട. അല്ലെങ്കിലും ഞാൻ എക്സാമിന്റെ കാര്യത്തിൽ പണ്ടേ സ്ട്രിക്റ്റാ. എനിക്കൊക്കെ 1 മാർക്ക് കുറയാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ഇത് 8 മാർക്ക് കൊണ്ടേ കളഞ്ഞിട്ട് ഒരു കൂസലും ഇല്ല. ആ ഉറക്കമില്ലായ്മ അവൾ ഇത്ര ക്ഷീണിച്ചു പോയത് കേട്ടോ. ചേച്ചി ഇതിനേക്കാളും ഭേദം ഞാനാ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എത്തി. ചേച്ചിയുടെ പഴയ പെട്ടി തുറന്നപ്പോഴേ പഴയ പരീക്ഷ പേപ്പർ ഞാൻ എടുത്തോണ്ട് പോന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ എന്തോ അടി അമ്മ. പിന്നെ അമ്മ അമ്മ അറിയായിരുന്നു. അമ്മ എഴുതിട്ട് മാസ്റ്റർ പ്ലാൻ. സുരഭി, ഇത് നീ പുറത്ത് കാണിക്കരുത്. ഇല്ല, എന്റെ സകല വിലയും പോകും. മോളെ കാണിക്കാം. എന്താ ഞാൻ പറഞ്ഞില്ലേ, 50-ല് 42 മാർക്ക് കിട്ടിയ കൊച്ചിനെ പറഞ്ഞത് ഞാൻ കേട്ടു. 50-ല് 3 ഞാൻ 5 മാർക്കെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് ഭേദം. ഞാൻ പറ്റിപ്പോയോ നീ പറയണ എന്ത് ചെയ്യോ? അങ്ങനെയാണെങ്കിലേ പാവം പിങ്കി മോളെടുത്ത് സ്നേഹത്തിൽ സംസാരിക്കും. അവർക്ക് വേണ്ടതൊക്കെ എടുത്തു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷ പേപ്പർ എടുത്തിട്ടേ ഞാൻ ഫ്ലെക്സ് തൂക്കുത്ത വീടിന്റെ ഫ്രണ്ടിൽ. എനിക്ക് ശരിക്കറിയാം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യോ. ഒന്ന് തുടങ്ങിക്കോ. മോളെ പിങ്കി, ഓ കറി വേണോടാ? അയ്യോ പ്ലേറ്റ് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ മക്കളെ, പെട്ടെന്ന് ശരിയാവും സംഗതി. 8 മാർക്കല്ലേ, അത് പോട്ടെ, നമുക്ക് വേണ്ട. നമുക്ക് അടുത്ത എക്സാമിന് നോക്കാട്ടോ. അത്രേ ഉള്ളൂ. അതിലേലും മാർക്കിലൊക്കെ എന്താ കാര്യം ഇല്ലേ പ്രശ്നപ്പെട്ട? അതെ, 8 അല്ല 18 പോയാലും ഇനി അമ്മയ്ക്ക് വിഷമമില്ല. മോക്ക് പറ്റുന്ന മാർക്ക് മേടിച്ചാ അല്ലേ? പക്ഷെ 3.5 മാർക്ക് മേടിക്കാൻ പാടില്ലല്ലേ? നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? കൊച്ചമ്മ, മനുഷ്യന് സ്വഭാവം പെട്ടെന്ന് ഇങ്ങനെ മാറുമോ? മാറും. അതെങ്ങനെന്നറിയോ, ഒരുത്തം മാറ്റിയേ തീരൂ എന്നും പറഞ്ഞ ഒരു ശപഥം ചെയ്ത് ഇറങ്ങിയാല് മാറിപ്പോകളാ. ഇത് വല്ലാത്ത മാറ്റമായി. ആർക്കാ ഒരു മാറ്റം ഇഷ്ടമല്ലാത്തത് അല്ലേ സുരഭി? അയ്യോ അത് തന്നെ. അയ്യോ കാണിക്കരുതില്ല, അങ്ങ് തന്നേരാ, ഞാൻ വെച്ചേക്കാം. ഇനി അവള് 53 വാങ്ങിച്ചാലും അവിടെ അമ്മ മിണ്ടില്ല. 3 അല്ല 3.5. 3.5 വാങ്ങിച്ചാലും മിണ്ടില്ല. കഴിക്ക് പ്രസവപ്പെട്ടിനും കഴിക്ക്. അമ്മ
മേടിക്കുക കേട്ടോ. ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.